സമാധാന മാർഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ അവസരം ലഭിച്ചതോർത്ത് നന്ദി പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യരെല്ലാം ദീർഘായുസ് ആഗ്രഹിക്കുന്നവരല്ലേ? ദീർഘായുസ് ലഭിക്കണനായിട്ട് പലതരത്തിലുള്ള കാര്യം ചെയ്യുവാൻ മനസ്സ് ഉത്സാഹിക്കുന്നുണ്ട്. രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യപരമായ ജീവിതം നയിക്കുവാനും തന്മൂലം അകാല മരണം സംഭവിക്കാതിരിക്കാനൊക്കെയായിട്ട് വേണ്ടി പലതരത്തിലുള്ള മരുന്നുകളൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടത്, മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വിറ്റതായ ഒരു മരുന്ന്. അത് മരുന്നല്ല, സപ്ലിമെൻ്ററി ഫുഡാണ്. പക്ഷെ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ ആ ഡോക്ടർക്കുള്ള അറിവുകളൊന്നും സമ്പാദിക്കാതെ തന്നെ ചിലരെ ഒരു റൂം എടുത്തു കുറച്ച് പ്രൊഡക്റ്റ്സ് എല്ലാം കൂടെ വിറ്റ് അവിടെ നിന്ന് വിപണനം നടത്തി ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ച് ഈ മരുന്നുകളൊക്കെ നിർദ്ദേശിച്ച് അങ്ങനെയൊക്കെയുള്ളതായ ഒരു പരിപാടി പൊളിഞ്ഞു പോയതിൻ്റെ ഒരു വീഡിയോ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയ കാണാൻ ഇടയായിത്തീർന്നു. മനുഷ്യന് ആയുസ് ഉണ്ടാകണം, അറിയണമെങ്കിൽ മനുഷ്യന് ആഗ്രഹമുള്ളപ്പോൾ തന്നെ അവൻ്റെ ആഗ്രഹത്തെ മുതലെടുത്തുകൊണ്ട് അതിൽ വിപണന തന്ത്രമാക്കി തീർക്കുന്നതായ ലാഭേച്ഛയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതില്ല. ചിലർ പറഞ്ഞത് ആയുസ് ദീർഘമായിട്ട് കാര്യമില്ല, സമാധാനവും സന്തോഷം ഉണ്ടെങ്കിലാണ് ആയുസ് ദീർഘമായിട്ട് കാര്യങ്ങളും ചിന്തിക്കുന്നവരും സമാധാനം ഇല്ലാത്തത് കൊണ്ട് ആയുസിനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇല്ലാതില്ല. അപ്പോൾ പിന്നെ ആയുസ്സുണ്ടാകണം, അപ്പോൾ സമാധാനം ഉണ്ടാകണം. ആയുസ്സും സമാധാനം ഉണ്ടാകുവാനായിട്ടുള്ളതായ ഒരു മരുന്ന് എന്തോ ഒറ്റവാക്കി പറഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ കിട്ടുന്ന ഈ മരുന്നുകളൊക്കെ ചിലപ്പോൾ താൽക്കാലികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. പക്ഷെ സമാധാനം ലഭിക്കാനായിട്ട്, അത് ശാശ്വതമായ സമാധാനം ലഭിക്കാനായിട്ട്, ഈ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ പല വിനോദോപാധികളും ആശ്രയിക്കാറുണ്ട്. ചിലർ ലഹരിക്ക് അടിമകളാകാറുണ്ട്. പക്ഷേ അതിനെ കെട്ടുവിട്ട് കഴിയുമ്പോൾ വീണ്ടും അവൻ നിരാശനാവുകയാണ്. അപ്പോൾ ശാശ്വതമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല. എന്നാൽ അതൊക്കെ ലഭിക്കുവാൻ, ശാശ്വതമായ സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ കഴിയുന്ന ആരിലൂടെയാണ്? ദൈവത്തിലൂടെ മാത്രമാണ്. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് എനിക്ക് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്. ദീർഘായുസിനും ഇതിലെ സമാധാനത്തിനും ഒരു മാർഗം തരുന്നവർക്ക് ലളിതമായ ഒരു നടപടിക്രമത്തിലൂടെ അത് പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സന്തോഷമാർഗം എന്ന ഈ സന്ദേശ പരമ്പരയുടെ എല്ലാ സന്ദേശത്തിനും ഒടുവിലായിട്ട് ഒരു പോസ്റ്റ് നല്ലൊരു വചനം എഴുതിയിട്ടുണ്ടായിരിക്കും. ആ വചനമായിരിക്കും ആ സന്ദേശത്തിൻ്റെ ഒരു പ്രചോദനം. ആ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് ഒരു ഉത്ബോധം നൽകുന്നുണ്ട്. അതനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, സമാധാനവും സന്തോഷവും പ്രാപിക്കുക, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനും പ്രാപിക്കുക. ദീർഘായുസ്സുള്ള നമുക്ക് എത്ര വർഷമോ? 70 വർഷം, 80 വർഷം, 100 വർഷം, 120 വർഷം അല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ ഉള്ളവരുണ്ടോ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഒരു 100 വയസ്സിന് താഴെയുള്ളവരാണ് അധികം പേരും. ആ 100 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ മരിച്ചു പോകുന്നവരാണ്. മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ലല്ലോ. മരണത്തിന് അപ്പുറമായിട്ട് ജീവിതമുണ്ട് നമുക്ക്. മുതൽ പറഞ്ഞത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മരണമുണ്ട്, മരണത്തിനപ്പുറമേ ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം ശിക്ഷാവിധിയുണ്ട്. നല്ല ശിക്ഷ രക്ഷപ്പെടാനായിട്ട് ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഭൂമിയിൽ ആയിരിക്കുമ്പോഴും
സമാധാനവും സന്തോഷവും പ്രാപിപ്പാനും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പാവശവും പ്രാപിപ്പാനും ദൈവനത്തെ പൂർണ്ണമായി ജീവിപ്പാൻ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.